മുനമ്പം ഭൂമി കേസിൽ കോഴിക്കോട്ടെ വഖഫ് ട്രിബ്യൂണലിൽ വാദം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാദം തുടർന്ന് ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, എന്താണ് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഫറൂഖ് കോളേജ് അധികൃതർക്ക് പറയാനുള്ളത്, ഈ സിദ്ദിഖ് സേട്ടിൻ്റെ കുടുംബത്തിന് പറയാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൽ വാദം കേട്ടുകൊണ്ടിരിക്കുന്നത്. 2019 പുറത്തിറക്കിയ ഉത്തരവ് ഇന്ന് ട്രൈബ്യൂണൽ പരിശോധിക്കും. വഖഫ് ട്രൈബ്യൂണലിലെ തീരുമാനത്തിലൂടെ മുനമ്പം ഭൂമി വഖഫാണോ മറിച്ച് ദാനമാണോ എന്നത് കൂടുതൽ പരിശോധിക്കാനായി അത് സംബന്ധിച്ച ആദ്യമായി ഒരു പരിശോധന ഉത്തരവ് കൂടെ ഇന്നലെ വഖഫ് ട്രൈബ്യൂണലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ചേതൻ സാജൻ നൽകും കോഴിക്കോട് നിന്നും. ചേതൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിനിഷ. ഗുഡ് മോർണിംഗ്. ഇന്നലെ വഖഫ് ട്രിബ്യൂണലിന്റെ ഭാഗത്തുണ്ടായിരുന്ന നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം തന്നെയാണ്. ഇത് ദാനമായി നൽകിയ ഭൂമിയാണോ അതല്ലെങ്കിൽ വഖഫായി മാറിയ ഭൂമി തന്നെയാണോ എന്ന് പുനഃപരിശോധിക്കണം. ആദ്യമായാണ് ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വഖഫ് ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്ന്, അതായത് കഴിഞ്ഞ ദിവസത്തെ പറവൂർ സബ് കോടതിയുടെ കോടതി അത് പരിശോധിക്കുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിലൊരു ഉത്തരവിലേക്ക് വഖഫ് ട്രൈബ്യൂണൽ പോകുന്നത്. ഇന്ന് എന്തൊക്കെ വാദങ്ങളായിരിക്കും നടക്കാനിരിക്കുന്നത്, ഏത് രീതിയിലായിരിക്കും വഖഫ് ട്രൈബ്യൂണലിന്റെ ഇടപെടൽ ഈ കേസുമായി ബന്ധപ്പെട്ട്? വിനിഷ, ഈ മുനമ്പം ഭൂമി കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ ഇന്നും വാദം തുടരും. ഇന്ന് പ്രധാനമായും പരിശോധിക്കുക 2019 ഈ ഭൂമി വഖഫാണെന്ന് തീരുമാനിച്ച വഖഫ് ബോർഡിൻ്റെ തീരുമാനത്തെയാണ് ഇന്ന് പ്രധാനമായും ട്രിബ്യൂണൽ പരിഗണിക്കുക. ഒപ്പം തന്നെ ഇത് പരിശോധിക്കുന്നതുകൂടി ആദ്യമായി ഈ ഭൂമി വഖഫാണോ അതോ ദാനമായി ലഭിച്ചതാണെന്നുള്ള കാര്യം കൂടി പരിശോധനയേക്കുള്ള അതിലുകൂടി കളമൊരുങ്ങുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 1971 പ്രധാനമായും ഒരു വിധി പുറപ്പെടുന്നത്. പറവൂർ സബ് കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഈ ഭൂമി വഖഫാണെന്ന് കാണിച്ചുള്ള വിധി പുറത്തു വരുന്നത്. പിന്നാലെ തന്നെ ഈ വിധിയെ സാധൂകരിച്ച് 1975 4 വർഷങ്ങൾക്ക് ശേഷം 1975 ഹൈക്കോടതിയുടെ ഭാഗവും, അതായത് ഈ പറവൂർ സബ് കോടതിയുടെ വിധി ശരിവെച്ച് ഹൈക്കോടതി വിധിയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ വിധിയും പരിശോധിച്ചു. പക്ഷെങ്കിൽ പ്രധാനമായും വഖഫ് ട്രിബ്യൂണൽ എടുത്തു കാട്ടിയത് അന്ന് ഈ ഭൂമിയുടെ സ്വഭാവം പരിശോധിച്ചില്ല, മറിച്ച് ഈ കൈവശ അവകാശ രേഖകളുടെ അടിസ്ഥാനത്തിൽ വെച്ച് മാത്രമാണ് അന്ന് ഈ വിധി വന്നത് എന്ന കാര്യമാണ് ഇന്നലെ പ്രധാനമായും വഖഫ് ട്രിബ്യൂണൽ എടുത്തു കാട്ടിയത്. ഏതായാലും ഈ സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഭൂമി കൈമാറിയ സിദ്ദിഖ് സേട്ടിൻ്റെ കുടുംബം, അതായത് സിദ്ദിഖ് സേട്ടിൻ്റെ കൊച്ചുമകൾ, സിദ്ദിഖ് സേട്ടിൻ്റെ മകൾ സുബൈദയുടെ മകൾ നിലപാട് മാറ്റിയൊരു കാര്യമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്. നാളെ ഇതുവരെ ഈ ഭൂമി വഖഫാണെന്ന് പറഞ്ഞ ഇവർ ഇപ്പോൾ ട്രിബ്യൂണൽ നിലപാട് മാറ്റിയിട്ടുണ്ട്. ഈ ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റിന് ദാനമായി നൽകിയതാണെന്നാണ് സുബൈദയുടെ മകൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഏതായാലും തങ്ങൾക്ക് ഈ ഭൂമി വഖഫല്ല, തങ്ങൾക്ക് ഈ ഭൂമി ദാനമായി ലഭിച്ചു എന്നാണ് ഇപ്പോൾ ഫറൂഖ് കോളേജിൻ്റെ വാദം. ഏതായാലും ഈ വിശദമായി ഈ ഭൂമിയുടെ സ്വഭാവവും മറ്റും പരിശോധിക്കുന്നതോടുകൂടി ഈ ഭൂമി വഖഫാണോ അതോ ദാനമായി ലഭിച്ചതാണോ എന്ന കാര്യമാണ് ഒരു തീരുമാനത്തിൽ വഖഫ് ട്രിബ്യൂണൽ എത്തുക. മിനിഷ. യെസ്, ഇതാണ് എന്തായാലും വഖഫ് ട്രിബ്യൂണൽ ഇതുമായി ബന്ധപ്പെട്ട മുനമ്പം കേസുമായി ബന്ധപ്പെട്ട ഭൂമിയുമായി ബന്ധപ്പെട്ട വാദം തുടരും. ഇരുവിഭാഗക്കാരുടെയും ഫറൂഖ് കോളേജ് അധികൃതരുടെയും ഒപ്പം ഈ സാദിഖ് സേട്ടിൻ്റെ കുടുംബാംഗങ്ങളുടെ മക്കളുടെ അടക്കമുള്ള വാദങ്ങളും കേൾക്കും. അപ്പോൾ ആ രീതിയിലാണ് ട്രിബ്യൂണലിൽ വാദവുമായി മുന്നോട്ട് പോവുക. ചേതനാണ് വിശദാംശങ്ങൾ നൽകിയത്.